ഇതിലെ ഏറ്റവും പ്രധാനം എം മുകേഷിന്റെ രാജി ആവശ്യം തന്നെയാണ്. ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം അതിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നു. ഇപ്പോൾ CPI അവൈലബിൾ നേതൃയോഗം ഇന്ന് ചേരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം CPIയുടെ ഔദ്യോഗിക നിലപാട് അറിയിക്കും. വിവരങ്ങളുമായി VA ഗിരീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇന്ന് CPIയുടെ അവൈലബിൾ യോഗം ചേരുകയാണ്. എന്തായാലും CPIയുടെ നിലപാട് അനിരാജ അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം പാഴാക്കാതെ മുകേഷ് രാജിവെക്കണം, അത് സർക്കാർ ആവശ്യപ്പെടണം എന്നതാണ് നിലപാട്. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഈ യോഗത്തിന് ശേഷം? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ CPI നേതൃയോഗത്തിൽ വിശദമായ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായങ്ങളായി കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ നിലപാട് നേതൃയോഗം ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. ആ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത് അക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമുണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ അവൈലബിൾ നേതൃയോഗം ചേരുന്നുണ്ട്. ഇക്കാര്യം മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യം, മുകേഷ് രാജിവെക്കണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ നേതൃയോഗമാകും ചർച്ച ചെയ്യുക. ഇതിനുശേഷം മാത്രമേ പാർട്ടിയുടെ ഒരു അന്തിമ നിലപാട് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും ആനിരാജയും പ്രകാശ് ബാബുവും ഒക്കെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനങ്ങളായി, ഔദ്യോഗിക നിലപാടായി ഇതുവരെയും കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം നൽകുന്ന സൂചന. കാരണം പലപ്പോഴായി നമുക്കറിയാം, പാർട്ടി നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വിയോജിപ്പുള്ള ചിലരാണ് ആനിരാജയും പ്രകാശ് ബാബുവും ഒക്കെ. സ്വാഭാവികമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടേതായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നൽകുന്ന സൂചന. പാർട്ടിയുടെ നിലപാട് പാർട്ടി യോഗം ചേർന്ന ശേഷം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.